ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് എടുക്കാം. ക്വിക്ക് ഗൈഡൻസ് ഇന്ന് അധികം നീളില്ല, ഷോർട്ട് വൺ. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ അഡ്വൈസ്, നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. പേജ് ഓഫ് വോൺസ്, കിങ് ഓഫ് സോർഡ്സ് ആൻഡ് 6 of cups. ഓക്കെ, ഒരു ഓഫർ വരുന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫർ വരുന്നുണ്ട്, ഒരു കാര്യം തുടങ്ങാനുള്ള ഒരു ലെവലിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ വരിക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന രീതിയിൽ ഒരു ഫസ്റ്റ് തോട്ട് എന്ന് പറയില്ലേ നമ്മൾ. ഓക്കെ, ശരി, ഒന്ന് ആലോചിച്ച് തുടങ്ങാം എന്ന രീതിക്ക് ഒരു ഈ ഒരു ഐഡിയ കൊള്ളാലോ, ഇതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, ഒരു മെസ്സേജ് കിട്ടുന്നു, ആ മെസ്സേജിനെ കൊണ്ട് നമ്മൾ ഇനി എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കാം എന്ന രീതിക്കൊരു തോന്നൽ. റിലേഷൻഷിപ്പ് ആയാലും ശരി. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് ബിക്കോസ് മെസ്സേജ് എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, എന്തിനെ കുറിച്ചായാലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുക, ഒരു മെസ്സേജ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ല, ഒരു കാര്യം നിങ്ങൾ അറിയുക, അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ഓക്കെ ശരി, ഇതിനെ വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കാം. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ അല്ലെങ്കിൽ ജോലി ഉണ്ട് എന്നറിയുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ആ ലെവലിൽ. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു വ്യക്തിയുടെ മെസ്സേജ്, ഒരു പുതിയതായിട്ടൊരു വ്യക്തിയെ പരിചയപ്പെടുക. ഓക്കെ, ആ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിലും ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഓക്കെ ബന്ധത്തിനെ കൂടുതൽ, ഇതൊരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ അഗെയിൻ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ആയിരിക്കാം ഇത് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് ആക്ച്വലി ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന രീതിക്ക് നമ്മൾ എടുക്കും. കുറച്ച് പേർക്ക് ഇവിടെ മേ ബി നിങ്ങളുടെ സിസ്റ്റർ, ബ്രദർ ആരും ആവാം, ഫ്രണ്ട് ആവാം. ഓക്കെ, ഒരു പാസ്റ്റ് കണക്ഷൻ ആണ് ഇത് കാണിക്കുന്നത്. പാസ്റ്റ് ലൈഫിലെ കണക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു മെസ്സേജുമായിട്ട് വരുന്നത്. ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്ന പോലെ, ഒരു മെസ്സേജ് തരുന്ന പോലെ. ഒക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളൊരു പഴയ ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കാം. സോ പല പല സിനാരിയോസ് ആണ് ഇവിടെ. ഓക്കെ, ഒന്ന് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം കാണുന്നുണ്ട്, ഒന്ന് നിങ്ങൾക്ക് കരിയറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട്. ഓക്കെ, ഒരു തുടക്കം ഇവിടെ കാണുന്നുണ്ട്, അതിലൊരു ഫ്രണ്ടുമായിട്ടൊരു കണക്ഷനും കാണുന്നുണ്ട്. ഓക്കെ, സോ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഈവൻ ബ്രദർ, സിസ്റ്ററോ ഫാമിലി മെമ്പറോ ആരും ആവാം. ആരും നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജുമായിട്ട് വരുന്നതായിട്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. ഇവിടെ ഒന്ന്, നിങ്ങൾ ഐ തിങ്ക് വളരെ സീരിയസ് ആയിട്ട് ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അങ്ങനെയാവാം. ഓക്കെ, ഇവിടെ മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും, പഴയ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളോട് റീച്ച് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് പക്ഷെ മേ ബി അവരോട് സംസാരിക്കാൻ നിങ്ങൾ ഒരു അല്പം സീരിയസ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഹാപ്പി, വെറും ഒരു ഹൈ ഹലോ ഹൗ ആർ യു എന്നുള്ള രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ ഓക്കെ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കാം. അപ്പം നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്ന രീതിക്ക് കുറച്ച് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന പോലെയാണ്. അതായത് നിങ്ങൾ അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, ഇത് ശരിക്കും നടക്കുമോ എന്നുള്ള ഒരു ഇതായിരിക്കാം, ഡൗട്ടായിരിക്കാം. കാരണം ഇവിടെ എനിക്ക് ഇല്യൂഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് വെറും ഒരു നമ്മൾ പറയില്ല, ഒരു സ്വപ്നം മാത്രമാവോ എന്ന രീതിക്ക്. ഓക്കെ, സോ മേ ബി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഇവിടെ ആ ഓഫർ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ഓഫർ ശരിക്കും വാട്ട് എവർ ഇസ് കമ്മിങ്, നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഓഫർ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൻ്റെ എന്ത് തന്നെ ആയാലും ശരി, ആ കാര്യം നിങ്ങൾക്ക് വളരെ ജെന്യുവൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ബട്ട് മേ ബി എവിടെയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഇത് ശരിക്കും ഒരു ജെന്യുവൻ അല്ലേ, നല്ലതാണോ അല്ലേ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നാം ദാറ്റ് ഞാനിതിനെ എങ്ങാനും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിതിനെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, കാരണം ഇത് എവിടെയോ നിങ്ങൾക്ക് മേ ബി ഒരു ഡൗട്ട് ഉണ്ട് ദാറ്റ് ഇത് നല്ലൊരു ഓഫർ തന്നെയാണോ അല്ലേ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ജെനുവിൻ ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു നല്ല സ്റ്റെബിലിറ്റി എത്തിക്കും, അങ്ങനത്തെ രീതിയിലും ആണ് വരുന്നത്. നല്ലൊരു ഓഫറാണ്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്നൊരു ഓക്കെ, മേ ബി ഇതായിരിക്കാം നിങ്ങളിന്ന് കേൾക്കേണ്ട ന്യൂസ്, നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് ദാറ്റ് ഇത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും, എന്ത് തന്നെ നടക്കുന്നുണ്ടെങ്കിലും, ഓക്കെ, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് ഇവിടെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത്
ഇത് ഓഫർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നല്ലതായിരിക്കും, ഇത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ എന്തോ ഗുണമുണ്ട് എന്ന രീതിക്കാണ് പറയുന്നത്. പക്ഷേ യെസ്, ഈ ലെവലിൽ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നമ്മൾ വീണ്ടും ചതിക്കപ്പെടാനോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് തിരിച്ചറിയാതെ ഫുള്ളി അങ്ങനെ നമ്മൾ പറയില്ലേ, ഒരുപാട് ഓവറായിട്ട് ഇൻവെസ്റ്റും ചെയ്യേണ്ട. സോ ഒരല്പം പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ ഓഫർ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന രീതിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒറക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ബട്ട് ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒറക്കിൾ മെസ്സേജ് കൂടി ജസ്റ്റ് നോക്കിയേക്കാം. ഞാൻ പ്ലാനേ ഉണ്ടായിരുന്നില്ല, ഒരുപാട് നീട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടോ. ഓക്കെ, സ്റ്റെബിലിറ്റി, യെസ്, ഞാൻ പറഞ്ഞല്ലേ, സ്റ്റേബിൾ ആയിട്ടൊരു ഓഫറാണ്, ഇൻറ്റൻഷനാണ്. ഓക്കെ, കാണുന്നുണ്ട് നേച്ചർ. ഓക്കെ, ഫ്ലൈ, ഡ്രീം. ഓക്കെ, ഇത് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഓഫർ തന്നെയാണ്. പക്ഷെ മേ ബി നിങ്ങൾക്ക് ഈ മെസ്സേജ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണോ? ഇപ്പോൾ ഒരു വ്യക്തിയാണ് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്നിട്ട് അവർ ശരിക്കും അവരുടെ ഉദ്ദേശം നല്ലതാണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് യെസ്, ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്കത് വളരെ സ്റ്റേബിൾ ആണ്, നല്ലതാണ്. കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക്, ദറ്റ് ഇത് ശരിക്കും നല്ലതാണോ അല്ലേ എന്ന് നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റെബിലിറ്റി അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. മേ ബി എടുത്തു ചാടി പെട്ടെന്നാവുന്നില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നിൽക്കുക, സൂക്ഷിച്ച് നിൽക്കുക. എപ്പോഴും അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക, ലേശമൊക്കെ കുഴപ്പമില്ല. നേച്ചർ എന്ന് കാണുന്നുണ്ട്. സോ ഇത് വളരാനുള്ളൊരു സാധ്യതയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതെവിടെ ഈ ഒരു ചെടി നമ്മൾ വെച്ചിട്ടുണ്ട്, അത് വളരും എന്ന രീതിക്ക് പറയുന്ന പോലെയുണ്ട്. മേ ബി നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ചെടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല, ഒരു വിത്ത് നട്ടു അല്ലെങ്കിൽ ഒരു ചെടി നട്ടു, അതിനെ വളർന്ന് വലുതാവും എന്ന രീതിക്കൊക്കെ എടുക്കാം. സ്റ്റേബിൾ ആയിട്ടൊരു ഓഫർ തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ട്രസ്റ്റ് ചെയ്യാം എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നുണ്ട്. ബട്ട് യെസ്, കെയർഫുള്ളായി നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കുറച്ചൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ബട്ട് നല്ലൊരു ഓഫറാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.